നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാശ്മീരിലും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകി കാശ്മീരിലെ ദോഗ്ര സ്വാഭിമാൻ എന്ന സാമൂഹ്യ സാംസ്കാരിക മേഖലകൾ നിറഞ്ഞു നിൽക്കുന്ന സംഘടനയുടെ നേതാവും മുൻ കാശ്മീരിൽ നിന്നുള്ള പിയുമായ ലാൽ സിംഗ് ചൗധരി അദ്ദേഹത്തിൻ്റെ സംഘടന കോൺഗ്രസിൽ ലയിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൽ പ്രവേശിച്ചു. കാശ്മീരിൻ്റെ സമസ്ത മേഖലകളിലും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ലാൽ സിംഗ് ചൗധരി കാശ്മീരിൽ നിന്നുള്ള മുൻ പാർലമെൻറ്റ് അംഗം കൂടിയായിരുന്നു. വളരെയധികം ജനസ്വാധീനമുള്ള ലാൽ സിംഗ് ചൗധരിയും അദ്ദേഹത്തിൻ്റെ സംഘടനയും മുഴുവൻ നേതാക്കളും കോൺഗ്രസിൽ ലയിക്കുന്നതോടുകൂടി കാശ്മീരിൽ നഷ്ടമായ പാർട്ടിയുടെ അടിത്തറ കെട്ടിപ്പടുക്കുവാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ലാൽ സിംഗ് ചൗധരിയുടെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിക്കുന്ന കാശ്മീരിലും സീറ്റ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ കോൺഗ്രസും മറ്റു സഖ്യകക്ഷികളും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. BJPക്കെതിരെ ശക്തമായ ജനവികാരമാണ് കാശ്മീരിൽ നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ ലാൽ സിംഗ് ചൗധരി എന്ന നേതാവ് കൂടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രകടനം BJPക്കെതിരെ കാശ്മീരിൻ്റെ മണ്ണിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും കാഴ്ചവെക്കാനാകും. നാഷണൽ കോൺഫറൻസ് ഉൾപ്പെടുന്ന കാശ്മീരിൽ വലിയ അടിത്തറയുള്ള പാർട്ടികളുമായി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJPക്ക് ശക്തമായ വെല്ലുവിളിയാണ് കാശ്മീരിൽ ഉണ്ടാകുക. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ശക്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി BJPയോട് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് കാശ്മീരിൽ കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന ഇന്ത്യ മുന്നണി. ലാൽ സിംഗ് ചൗധരി എന്ന നേതാവിൻ്റെ ജനകീയത ഇന്ത്യ മുന്നണിക്ക് കാശ്മീരിൽ കരുത്താകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു.